ഇടയ്ക്ക കുറ്റി നമ്മളെടുത്താൽ ഇതിൻ്റെ തല ഏതാണ്, പിന്നശം ഏതാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടത് ഈ രണ്ട് ഭാഗത്തും നമ്മുടെ കൈകൊണ്ട് തിരിച്ചൊന്ന് മുട്ടുക. ഇങ്ങനെ മുട്ടുമ്പോൾ ശ്രുതി കുറഞ്ഞത് താഴെ, മൂക്ക് ശബ്ദമുള്ളത് മുകളിൽ. ഹലോ ഫ്രണ്ട്സ്, അർജുനാണ്. അപ്പൊ എല്ലാവർക്കും സൂപ്പർമാൻ 007ലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് പ്രശസ്ത ഇടക്കാചാര്യൻ ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ ആശാനും കൂടെ ആശാന്റെ ശിഷ്യനായ അർജുന ആശാനുമാണ് നമ്മുടെ കൂടെ ഇന്ന് വീഡിയോയിലുള്ളത്. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നെന്നാൽ നമ്മുടെ വാദ്യോപകരണങ്ങളിലെ ദൈവിക ഭാവമുള്ള ഇടക്കയെ പറ്റിയുള്ള കുറച്ച് അറിവുകൾ നമ്മൾ ആശാനുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആശാനാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു തരുന്നത്. ആശാനെ, ആദ്യം തന്നെ നമ്മുടെ ചാനലിലേക്ക് ആശാനെ സ്വാഗതം. നമസ്കാരം, സന്തോഷം. ആശാൻ ഇപ്പം ഏകദേശം എത്ര വർഷമായിക്കാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ 30 വർഷത്തിന് മേലെ. 30 വർഷത്തിന് മേലെ. അപ്പോൾ ഏകദേശം എത്ര വയസ്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പ്രാക്ടീസ്? ഞാൻ 12ാമത്തെ വയസ്സ്. 12ാമത്തെ വയസ്സിൽ. ആരായിരുന്നു? 13 വയസ്സ്. എൻ്റെ അച്ഛൻ തന്നെ. അച്ഛൻ തന്നെ വരും. അച്ഛൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാരമ്പര്യ പഞ്ചവാദ്യ അല്ലെങ്കിൽ നമ്മുടെ ഈ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശക്കാരാണ്. അത് അമ്പലപ്പുഴ ചേരാവള്ളി കുടുംബത്തിനാണ് എൻ്റെ പാരമ്പര്യാവകാശം. അതിലാണ് അമ്പലപ്പുഴ പരമേശ്വരക്കുറുപ്പ് എന്നാണ് അച്ഛൻ്റെ. അമ്മ വൈക്കം പുതുശ്ശേരി. വൈക്കം ഇതുപോലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പോലെ അവകാശമാണ് പുതുശ്ശേരി കുടുംബത്തിന് വൈക്കം ക്ഷേത്രം. അവിടുത്തെ പാരമ്പര്യ അടിയന്തരക്കാരാണ് അമ്മയുടെ കുടുംബം. അച്ഛനെ, ഈ ഇടക്ക എന്ന പദം എങ്ങനെയാണ് ഉത്ഭവിച്ചത്? ഈ പദത്തെക്കാളുപരി ഇടയ്ക്ക വാദ്യം ഉത്ഭവിച്ചൊരു കഥയാണ്. കാര്യം ഈ ക്ഷേത്രവാദ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാദ്യമായ ഇടക്ക. അത് ദേവന്റെ ചൈതന്യം വർദ്ധിക്കുവാൻ വേണ്ടി പൂജകൾ നൃത്തവാദ്യഗീതം എന്ന് സമ്മേളിക്കുമ്പോഴാണ് വാദ്യമിതം സമർപ്പയാമി എന്ന് പറയുമ്പോൾ അർച്ചിക്കുന്ന വാദ്യമാണ് ഇടക്ക. ഇതിന് ഉത്ഭവം ഇനി ഇടയ്ക്കാന്നൊരു നാമം വരാൻ കാരണം ഇത് താണ്ഡവ സമയം, ശിവതാണ്ഡവ സമയത്താണ് വാദ്യോൽപത്തിയെക്കുറിച്ച് കഥകളുള്ളത്. ഭഗവാന്റെ താണ്ഡവത്തിന്റെ ഓരോ ഭാവങ്ങൾക്കനുസരിച്ചിട്ട് ഭൂതഗണങ്ങൾ ധാരാളം വാദ്യങ്ങൾ ഇങ്ങനെ നിർമ്മിച്ച് അർച്ചിക്കുകയാണ്, കുട്ടി അർച്ചിക്കുകയാണ്. അതിൽ ശിവന്റെ ശൂലത്തിലൊരു ചെറിയ വാദ്യമുണ്ട്. കടുന്തുടി, ഡമരു, ഡെക്ക, ഉടുക്ക് എന്നൊക്കെ നാമമാണ്. അതിന് ലയമാർന്ന ശബ്ദമാണ്, അതിലും ലയമാർന്ന ഭാവമാണ് ഭഗവാന്റെ താണ്ഡവത്തിൽ. അപ്പം ഭൂതഗണങ്ങൾ വിചാരിച്ചു ശാസ്ത്രവിധി പ്രകാരം ഇതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയൊരു വാദ്യം നിർമ്മിക്കണം. അവര് ധാരാളം ശാസ്ത്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഈ ഡമരുവിനെ അല്ലെങ്കിൽ ഈ ഡെക്കയെ ഒന്ന് പരിഷ്കരിച്ചു. അങ്ങനെ ഒരു വാദ്യം നിർമ്മിച്ച ആ താണ്ഡവ സമയത്ത് അർച്ചിക്കുക. അതിന് ശക്തി, പവർ കൂടിയാണ്. അത്രയേറെ ചൈതന്യമാണ് ഈ ശബ്ദത്തിന്. അപ്പോൾ താണ്ഡവത്തിന് ശേഷം ദേവന്മാരും അസുരന്മാരും ഈ വാദ്യങ്ങൾ തിരിക്കും. ദേവന്മാർ കുറേ വാദ്യങ്ങൾ തിരിച്ച് അവരുടേതായിട്ടുള്ള ശബ്ദത്തിന്റെ വ്യത്യാസവും ശാസ്ത്രത്തിന്റെ അനുസരിച്ചിട്ടൊക്കെ ആയിട്ട് ദേവവാദ്യമായിട്ട് ഇപ്പൊ തിമില ഇതുപോലുള്ള വാദ്യങ്ങൾ, ബലന്തല, ഇതൊക്കെ ദേവവാദ്യമാണ്. ചെണ്ട പോലുള്ള വാദ്യങ്ങൾ അസുരവാദ്യമായിട്ട് ശബ്ദത്തിന്റെ ഓരോ പ്രാധാന്യം അനുസരിച്ച് അസുരന്മാർക്ക് കുറച്ച് വാദ്യങ്ങളുണ്ട്, അസുരവാദ്യം. അപ്പോൾ ഈ ഒരു വാദ്യം സൃഷ്ടിച്ചപ്പോൾ ഇത് ദേവന്മാർ നോക്കുമ്പോൾ ധാരാളം ശാസ്ത്രങ്ങൾ അധിഷ്ഠിതമാണ്. ഇത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണെന്ന് അവരത് ഭൂമിയിലേക്ക് അയച്ചു. അസുരന്മാർ നോക്കുമ്പോൾ അതിമനോഹരമായൊരു വാദ്യം അവരെ തിരിച്ചു തരണമെങ്കിൽ ഇതിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണാം, ഇതെന്തായാലും താഴ്ത്തു വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് ഒരു കൊളുത്തിൽ
ഡക്കയിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ഈ ഒരു വാദ്യത്തിന് ഇടക്ക എന്നൊരു പേര് വന്നു പറയുന്നുണ്ട്. അങ്ങനെയാണ് പേര് ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഭഗവാന്റെ അതിഭക്തനായിട്ടൊരു അസുരൻ, ബാണാസുരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അസുരന്റെ ആവശ്യപ്രകാരം ഈ തപസ് ചെയ്ത് ഈ ഭഗവാന്റെ ഉടുക്ക് കടുംതുടി ആവശ്യപ്പെടുകയാണ്. ഭഗവാൻ എനിക്ക് കടുംതുടി തരണം, എന്താണ് നിന്റെ ഭക്തനൊക്കെ വേണം ചോദിക്കുമ്പോൾ ഭഗവാന്റെ കടുംതുടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, എൻ്റെ ആയുധമായ തുടി തരാൻ സാധ്യമല്ല, എന്നാൽ നിനക്ക് ഞാൻ ഇതിന് തുല്യമായൊരു വാദ്യം നിർമ്മിച്ചു തരാം. ഭഗവാൻ തന്നെ തുടിയിൽ നിന്ന് ശാസ്ത്രവിധി പ്രകാരം നിർമ്മിച്ച് ഈ അസുരന് കൊടുത്തായിട്ടും ഇടയ്ക്കെ കുറിച്ച് ഒരു പറയും. പിന്നെ ഒരു വാദ്യത്തെ സംബന്ധിച്ച് അതിന്റെ ജീവൻ എന്ന് പറയുന്ന ഗമകപ്രയോഗമാണ്. അതിന്റെ ശബ്ദത്തിൽ വിന്യാസം വരുത്തുക. അതിന് ഈ ഒരു വാദ്യത്തിന് സാധ്യം വലത് വെച്ച് കൊട്ടുമ്പോഴും ഗമകങ്ങൾ ഇതിന് ശബ്ദത്തിന് വ്യത്യാസം വരുത്താൻ ഇടക്കൈ എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു ശാസ്ത്രവിധി പ്രകാരം ഒരു പക്ഷേ ഇടയ്ക്കാന്നൊരു ഭാഗം. ഇടയ്ക്ക സാധാരണമായി ഏതൊക്കെ മേഖലകളാണ് ഉപയോഗിക്കുന്നത്? പ്രധാനം സോപാന സംഗീതം. ഭഗവാന്റെ ആ ശ്രീകോവിലിന്റെ പടികൾക്ക് ആ സോപാനം, ആ പടികളാണ്. എല്ലാ പടികളും സോപാനമാകുന്നില്ല. നമ്മളിവിടെ കയറണമെങ്കിലൊക്കെ പടികളുണ്ടാവും, അതൊന്നും സോപാനമല്ല. ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗമാകുന്ന പടവുകളാണ് ആ സോപാനത്തിന്റെ പടികൾ. ആ പടികൾക്ക് സമീപം പൂജാവേളയില് കേരളത്തിന്റെ തനതു സംഗീത ശൈലിയാണ് സോപാന സംഗീതം. ആ ശൈലി പ്രകാരം, അതായത് പിന്നെ വായ്മൊഴി വഴക്ക സമ്പ്രദായത്തിലുള്ള ധ്യാനങ്ങളും രാഗങ്ങളും ആലാപന വഴികളും ചിട്ടകളും കീർത്തനങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഈ ഒരു വാദ്യം കൊട്ടിപ്പാടും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കലകൾ: നൃത്തം, വാദ്യം, ഗീതം. 3 കലകളാണ്, ചൗരിത്രികമാണ്. ഈ 3 കലകള് ആ ഭഗവാനിലേക്ക് അർച്ചിക്കുമ്പോൾ, നൃത്തം ഇതെന്ന് പറയുമ്പോൾ മുദ്രയാണ്, നൃത്തത്തിൽ മുഴുവൻ മുദ്രയാണ്. ആ മുദ്രാധിഷ്ഠിതമായ പൂജയാണ് തന്ത്രിയും മേൽശാന്തിയും ചെയ്യുന്നത്. വ്യാപകങ്ങളും ന്യാസങ്ങളും നിവേദ്യം ഒക്കെ മുദ്രയാണ്. അപ്പൊ അത് നൃത്തവിധമായിട്ട് ഭവിക്കുമ്പോൾ വാദ്യം ഇടയ്ക്ക. അവിടെ ഭഗവാനിലേക്ക് വാദ്യവിധം എന്ന് പറയുമ്പോൾ പുറത്തു മാറാതെ പൊട്ടിത്തൊട്ട് പൂജയ്ക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പൊ ഈ ഇടയ്ക്കന് ഈ ദൈവികമായ വാദ്യോപകരണം വിളിക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കും അല്ലേ? ദൈവികമാകുന്ന ചടങ്ങാണല്ലോ. ദേവനിലേക്ക് ചൈതന്യം വർദ്ധിക്കുവാനാ പൂജകൾ. മറ്റുള്ളതൊക്കെ എന്ന് പറയുന്ന അനുഗ്രഹ വഴികളാണ്. നമ്മള് എഴുന്നള്ളിപ്പുകളാണെങ്കിലും മറ്റുള്ള ആചാരങ്ങളൊക്കെ എന്ന് പറയുന്നത് ദേവൻ നമ്മളെ ഭക്തന്മാരെ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ പൂജകൾ അതല്ല. നമ്മൾ ആരാധിക്കുന്ന മൂർത്തിക്ക് ചൈതന്യം വരണം, നമ്മളെ അനുഗ്രഹിക്കാനുള്ള ശക്തി ആ ദേവൻ ഉണ്ടാവണം. അതിനേക്കാണ് ദേവന് ചൈതന്യം ഉയരാൻ വേണ്ടിയിട്ട് പൂജകൾ അർച്ചിക്കുമ്പോൾ പൊട്ടുന്ന വാദ്യം ഇടയ്ക്ക്. അച്ഛനെ വേറൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. നമ്മൾ സാധാരണ ഈ അമ്പലത്തിൽ വായിക്കുന്ന ഇടയ്ക്കല്ലോ റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന സിനിമ റെക്കോർഡിംഗ്, അതെന്താണ് വ്യത്യസ്ത ഇടയ്ക്ക് ഉപയോഗിക്കുന്നത്? ശ്രുതിവാദ്യമാണ്, തന്ത്രിവാദ്യമാണ്, ഗീതവാദ്യമാണ്, അങ്ങനെ ചർമ്മവാദ്യം, അങ്ങനെ പല മേഖലകളാണ് ഈ ഇടയ്ക്ക്. അപ്പൊ സാധാരണ ഒരു ഇടയ്ക്കയെ സംബന്ധിച്ചിട്ട് അത് കോർത്ത് ഇണക്കി കിടന്നാൽ അതിന്റെ ശ്രുതി എന്ന് പറയുന്ന പഞ്ചമശ്രുതിയാണ്. അവിടുന്ന് ഈ ഇടയ്ക്ക കുറ്റി നമ്മൾ മുകളിലോട്ട് കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് പൊക്കുമ്പോഴാണ് ശ്രുതി താഴ് കീഴ്സജ്ജത്തിലേക്ക് പോകുക. പിന്നെ കീഴോട്ട് അമർത്തുമ്പോഴാണ് മേൽ സജ്ജത്തിലേക്ക് പോകുക. ഏതൊരിടയ്ക്കും എല്ലാ ശ്രുതിയിലും വായിക്കാം. പക്ഷെ റെക്കോർഡിങ്ങിന് അതിന് കുട്ടിയുടെ കണക്കുകൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി കണക്കുണ്ട്. ഈ ഉള്ളൂരിക്ക് ഒരു ഘനമുണ്ട്. ഈ തോല് പശുവിന്റെ ആമാശയത്തിന്റെ ഉരിഞ്ഞത്, അതിന്റെ ഉരിയാണ് എന്താ പറയാ ഇതിന്റെ തോലെന്ന് പറയുന്നത്. അതാണ് ചർമ്മവാദ്യം കൂടിയാണെന്ന് പറയുന്നത്. പിന്നെ തന്ത്രിവാദ്യം എന്ന് പറയാൻ കാരണം 2 നാരുകളുണ്ട്, ഗർഭന നാരുകളുണ്ട്. അത് ഞാൻ പറയാം, പിന്നെ പറയാം. അപ്പോൾ റെക്കോർഡിങ്ങിന് വായിക്കുമ്പോഴത്തേക്ക് ശ്രുതി വളരെ ശുദ്ധമായി. അപ്പോൾ ഇതിന് ഘനം കുറയണം. അത് നമുക്ക് മൈക്കിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ വായിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു പൂജാ സമയത്തായി ഇടയ്ക്ക് കൊണ്ട് വായിക്കാൻ പറ്റില്ല, കാര്യം ശബ്ദം കേൾക്കില്ല. ശ്രുതി ഇങ്ങനെ ആ മൈക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാൻ ചെറിയ കുറ്റി, അതിന്റെ നൈസായിട്ടുള്ള നമ്മുടെ എന്താ പറയാ ചർമ്മം ഉള്ളൂരി ഉണ്ടാവും. അത്രയും. പിന്നെ പൊടുപ്പുകളൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കാറുണ്ട് റെക്കോർഡ് സമയത്തൊക്കെ. ആശാൻ ഇപ്പോൾ ഉള്ളൂരിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ന്യൂ ജനറേഷനായ കുറെ കലാകാരന്മാർ ഇപ്പൊ ഈ ഉള്ളൂരിക്ക് പോരാ സിന്തറ്റിക്കിന്റെ അത് കാലത്തിന്റെ പരിഷ്കാരമാണത്. അതെ, ഇപ്പം ഉള്ളൂരി കിട്ടാൻ കുറച്ച് പ്രയാസമായി തുടങ്ങിയ കാലഘട്ടം വന്നായിരുന്നു. ഇത് രണ്ടിലും ലോങ് ലാസ്റ്റിംഗ് ഏതാണ് കുറച്ചുകൂടെ? അത് സംശയമില്ല. അതിപ്പോ ഈ ശബ്ദ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അമ്പലം മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കൂടാ.
ഒരിക്കലും ഈ സിന്തറ്റിക് പ്ലാസ്റ്റിക്കിൽ പൊട്ടുന്ന ശബ്ദം ഒരു പരിധിക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നില്ല. അതേ സമയത്ത് ഒരു ചർമ്മത്തിൽ പൊട്ടുന്ന വാദ്യം, അതാണ് മരിച്ച അല്ലെങ്കിൽ ചത്തുപോയ മൃഗങ്ങളുടെ തോലാണ്. ആ തോലിൽ നിന്ന് ശബ്ദം കേൾക്കുന്നതുകൊണ്ടാണ് ജീവനുണ്ടെന്ന് പറയുന്നത്. ജീവനുണ്ടെങ്കിൽ മാത്രമേ ഒരു വാദ്യം ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കൂ. ജീവനുള്ളിൽ നിന്ന് ശബ്ദമുള്ളൂ. പ്രപഞ്ചത്തിൽ സത്യം അതാണ്. അതാണ് ക്ഷേത്രവാദ്യങ്ങളിലെല്ലാം പ്രണവധ്വനി മുഴങ്ങുന്നത്. ഈ പ്രണവധ്വനി മുഴങ്ങുന്ന വാദ്യങ്ങളെല്ലാം ക്ഷേത്രവാദ്യങ്ങളാണ്. ഇടയ്ക്കായാലും അതുപോലെ തന്നെ തിമില, മദ്ദളം, അങ്ങനെയുള്ള വാദ്യങ്ങളിലെല്ലാം ആ പ്രണവ ഓംകാരം അത് അത്ര ശബ്ദമാണ് അതിൽ നിന്നുണ്ട്. അത് ഒരു പക്ഷേ ഇതിന് പരിധി കുറവാണ്. ഇതിന് സിന്തറ്റിക് തോലിന് അതിന് സാധ്യത കൂടുതൽ. അതിന് ദൈർഘ്യം എങ്ങനെ മൈലോളം കിടക്കുന്ന പറയും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടയ്ക്കിടെ ഭാഗം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഇടയ്ക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കയിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി ഒരുപാട് ശാസ്ത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഇടയ്ക്ക നിർമ്മിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കയുടെ കുറ്റി, ഈ കുറ്റിക്ക് തന്നെ പണ്ട് കാലത്ത് ഇത് രക്തചന്ദനത്തിൻ്റെ കുറ്റിയാണ്. രക്തചന്ദനം പഴയ കാലത്ത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്കറിയില്ല. രക്തചന്ദനം ഇത് കരിങ്ങാലി കുറ്റിയാണ്. കരിങ്ങാലി ആ പഴയ. പക്ഷെ ഇപ്പം ഈ ഒരു കാലഘട്ടങ്ങളിൽ പ്ലാവിൻ്റെ ഇപ്പോഴത്തെ ഈ പ്ലാവിൻ കുറ്റിക്ക് ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. ഇടയ്ക്കിടെ കുറ്റി നിർമ്മിക്കണമെങ്കിൽ മണിനാദവും ദീപവും ഏൽക്കുന്ന തെക്കേ ഭാഗത്തേക്കുന്ന വരിക്കപ്ലാവിൻ്റെ വടക്കോട്ടുള്ള വേരിൻ്റെ കാതൽ കൊണ്ട് ഇടയ്ക്ക നിർമ്മിക്കണം. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നിർമ്മിക്കുന്ന വാദ്യം, ആ ഒരു വാദ്യം നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കോർത്തിണക്കിയാൽ ഏതൊരു വാദ്യം, ഒരു മൃദംഗമോ ഒരു മദ്ദളമോ ഒരു ചെണ്ടയോ എന്തെങ്കിലും ഒന്ന് ശബ്ദം കേട്ടാൽ മതി ഈ ഇടയ്ക്ക് തൊടണ്ട, ആരും തൊടണ്ട. ഇടയ്ക്ക ആ പ്രണവത്തിന് ആ പ്രണവത്തിന് അങ്ങനെ അപൂർവ ഇതിന് ശാസ്ത്രമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 2 വട്ടങ്ങളാണ് ഇടയ്ക്ക്. 2 വട്ടങ്ങൾ. ഈ 2 വട്ടങ്ങൾ, ഒന്ന് ബ്രഹ്മാവ്, നടുക്ക് കുറ്റി, വിഷ്ണു മഹേശ്വര സങ്കല്പം. ബ്രഹ്മാ വിഷ്ണു മഹേശ്വര സങ്കല്പമാണ് 2 വട്ടം കയറി വരുന്നത്. ഈ വട്ടത്തിന് 6 ദ്വാരങ്ങളാണ്. 6 ദ്വാരങ്ങൾ ഉണ്ടാവും. 6 ദ്വാരങ്ങളിൽ കൂടിയാണ് ഇടയ്ക്ക് കോർത്തിണക്കുന്നത്. ആ 6 ദ്വാരങ്ങളിൽ കൂടി കോർത്തിണക്കുകയാണ് 6 ശാസ്ത്രം. അതുപോലെ തന്നെ ഇതിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉജ്ജലങ്ങൾ, പൊടിപ്പുകൾ എന്നാണ്. പൊടിപ്പും തുങ്ങൽ എന്ന് പറയുന്നത് പൊടിപ്പുകൾ എന്ന് പറയും. ഈ പൊടിപ്പുകൾക്ക് 64 എണ്ണമാണ്. 64 എണ്ണം എന്ന് പറയുന്ന 64 കലകളെയാണ്. ഇതിൻ്റെ കോല് ജീവക്കോൽ എന്നാണ്. ഈ കോലിന് പറയുന്ന പേര് ജീവക്കോൽ. ഈ ജീവക്കോലിൽ ഒരു ഭാഗത്ത് 8 എണ്ണം, ഈ ഭാഗത്ത് 16. 4 ജീവക്കോലുകളാണുള്ളത്. ഈ 4 ജീവക്കോലുകൾ 4 വേദങ്ങളെയും 16, 4, 64 പൊടുപ്പുകൾ, 64 കലകൾ പ്രതിനിധാനം. ഈ ഇടയ്ക്കയുടെ താഴത്തെ ഭാഗത്താണ് ചരടിൽ തിരി വയ്ക്കുകയാണ് ഈ കോല്. അതാണ് ഈ ശബ്ദത്തെ നിയന്ത്രിക്കുന്നത്, ജീവനെ നിയന്ത്രിക്കുന്നത് ഈ കോലുകളാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇടയ്ക്കയുടെ കുറ്റി താഴോട്ട് പോകാം, അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തേക്ക് പോയി ശ്രുതി കിട്ടില്ല. അപ്പം ആ ജീവനെ നിലനിർത്തുന്നത് കൊണ്ടാണ് ഈ കോലിന് ജീവക്കോല്. പിന്നെ ഇടയ്ക്കയുടെ കോല് ഇത് നമ്മുടെ പതിമുഖം അല്ലെങ്കിൽ ചപ്പങ്ങം എന്ന് പറയും. അതാണ് പ്രധാനമായിട്ട്. ചപ്പങ്ങത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റുള്ള തടി നമ്മൾ ഭൂമിയിൽ സ്പർശിച്ചു നോക്കുക, ചപ്പങ്ങ സ്പർശിക്കുക, 2 ശബ്ദങ്ങളായി. ഈ വാദ്യം, ഈ കോല് ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധ്വനിയുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തടി കൊണ്ട് നോക്കിക്കൊള്ളുക. ഒരുപക്ഷെ മന്ദാരമൊക്കെ ഇണങ്ങി വരാം, ഇല്ലാന്നല്ല. പക്ഷേ എങ്കിൽ പോലും ഇതിന് പ്രത്യേകമാവുന്ന ശബ്ദത്തെ പുറപ്പെടുവിക്കാനുള്ള ശക്തി ഈ പതിമുഖത്തിന്. അതുകൊണ്ടാണ് ഈ കോല്, ഇടയ്ക്കയുടെ കോല് പതിമുഖത്തിൽ പണിത് ഈ ഒരു ഭാഗം വളച്ചു ഈ ഒരു അളവിലാണ് എടുക്കുക. അപ്പം ഇടയ്ക്ക ഇത്രയും ഭാഗങ്ങളാണ് ഇടയ്ക്കുള്ളത്. പിന്നെ തോൾക്കച്ച എന്ന് പറയും. തോൾക്കച്ച
തോളിലേക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അതാണ് അതിന് 2 ചരടുകൾ കോർത്തിണക്കിക്കൊണ്ട് അതിൻ്റെ തോൾക്കച്ച. ഈ ചരടുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സർപ്പസങ്കല്പമായിട്ട് പറയാറുണ്ട്. കാര്യം ഇത് ഭൂമിയിലേക്ക് ഈ എന്താ പറയുക എല്ലാ ശാസ്ത്രങ്ങൾക്കും അധിഷ്ഠിതം നാഗം എന്ന് പറയുന്നുണ്ട്. ഈ നാഗങ്ങളാണ് ഇതെല്ലാം താങ്ങി നിർത്തുന്നത്, സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കാ കുറ്റി നമ്മളെടുത്താൽ ഈ ഒരു കുറ്റി കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, എന്താണ് ഒരു റൗണ്ട് ഷേപ്പ് 8 അല്ലേ? 8 എന്നുള്ളൊരു സംഖ്യ നമുക്ക് കാണാം. ഇവിടെ വലിപ്പം, ഇവിടെ വലിപ്പം, ഇവിടെ ഇങ്ങനെയാണല്ലോ കയറി വരികയാണ്. ഈ 8 എന്ന് പറയുന്ന സംഖ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1 മുതൽ 9 വരെ എഴുതിയാൽ 8-ന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 1 മേളിൽ തുടങ്ങി താഴെ വരുന്നു, 2 ഇവിടുന്ന് തുടങ്ങി താഴത്ത് വരുന്നു. എല്ലാത്തിനും ആദ്യമുണ്ട്, അവസാനമുണ്ട് ഇല്ലേ? 1-നും 2, 3, 4, 5, 6, 7, 9 ഇത്രയും സംഖ്യയിലും തുടക്കമുണ്ട്, അവസാനം, ആദ്യമുണ്ട്, അന്ത്യമുണ്ട്. ഇത് രണ്ടും ഇല്ലാത്ത ഒരൊറ്റ സംഖ്യ 8. അപ്പൊ ആദ്യവും അന്തവും ഇല്ലാത്ത ഒറ്റ ഒരാളെ ഭൂമിയിലുള്ളൂ. അതാരാ? അനന്തമാണെന്ന് പറയും. അതാണ് ഈ കുറ്റിക്ക് ഈ ഒരു സങ്കല്പം വന്നിട്ടുണ്ടെന്നാണ് പറയാൻ. സത്യം പറഞ്ഞ ഞാൻ ഓർത്ത് ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി ചെയ്യുന്നത്, പക്ഷേ ഒരു കഥയുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അതെ, നമ്മള് ഈ ആചാര്യന്മാരെ നമ്മൾ ശരിക്കും അവരുടെ ആ കാഴ്ചപ്പാടുകൾ, എന്തെല്ലാം വാദ്യങ്ങൾ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതുപോലുള്ള വാദ്യങ്ങള് എത്രയോ ഇന്നത്തെ ശാസ്ത്രത്തൊന്നും വളർന്നിട്ടില്ലല്ലോ. അന്നത്തെ കാലത്ത് പോലും അവരത്രയും എങ്ങനെ ഈ ശബ്ദത്തെ മനോഹരമാക്കാം, അല്ലെങ്കിൽ അതിനൊരു ശാസ്ത്രമുണ്ട്. ഇതിന്റെ ഈ നടുവ് ഒട്ടണം, ഇവിടെ വികാസം പ്രാപിക്കണം, അതിനൊരു അളവ് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്, കറക്റ്റ് ഉണ്ട്. ഈ ഒരു 24 സെന്റിമീറ്റർ അല്ലെങ്കിൽ 23-24 സെന്റിമീറ്റർ വരും ഏതാണ്ട്. അത് ഇതിന്റെ വ്യാസം എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ വരെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം 10 വരുത്തുന്നു. കണ്ട, ഇത് ഇവിടെ 4 ഭാഗം കുറഞ്ഞു വരുമ്പോൾ ഇവിടെ ഒട്ടി. ഇത് വക്കുകാനം ഒരു പിന്നെ ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ മേളിലേക്ക് വരാം, അത്ര വരാവുള്ളൂ. അങ്ങനെ ഒരു ചിട്ടയാണ്, വളരെ ചിട്ടയായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കട്ടക്കനമൊക്കെ, കുറ്റിയുടെ കട്ടക്കനമൊക്കെ കുറയ്ക്കും. ഒരു ഇടയ്ക്ക് ശ്രുതി മറ്റേ റെക്കോർഡിങ്ങിന് വായിക്കുമ്പോൾ കുറച്ച് പഞ്ചവാദത്തിൽ വായിക്കുമ്പോൾ വ്യത്യാസം. ഒട്ടിപ്പാട് സൈറ്റുള്ള കനക. ഈ നമ്മുടെ കമ്പികൾക്ക് ഉണ്ട്, നാരുണ്ട്. ഈ 2 ഈറുമ്പന നാരുകളാണ്. അത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇടയ്ക്ക് ശ്രുതിവാദ്യമാണ്, തന്ത്രിവാദ്യമാണെന്ന് പറയുന്നത്. തന്ത്രികൾ ഉള്ളത് കൊണ്ടാണ് അതിന് ആ ശബ്ദത്തിന്, അല്ലെങ്കിൽ അതിനും ശബ്ദം വൈബ്രേഷൻ ഉണ്ടാവില്ല. ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ആ തോലിലേക്ക് ഈ തന്ത്രി തട്ടുമ്പോഴാണ് ഇടയ്ക്കിടെ നാദം പ്രപഞ്ചത്തിലേക്ക് ഉയരുന്നത്. അത് ആത്മാക്കളാണ്. ഒന്ന് ജീവാത്മാവ്, പരമാത്മാവ്. 2 ആത്മാക്കളാണ്. ആത്മാവ് പോയ സത്ത് പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഈ കുറ്റിയുടെ 2 നാര് പോയാൽ ഇടയ്ക്കിടെ നാദം വരും, സത്ത് പോയി. എന്തെല്ലാം അറിവുകളാണ് ഇതിന്റെ. പിന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. ആശാൻ പറഞ്ഞപ്പോഴാണ്. ഇടയ്ക്ക് വാദ്യങ്ങളെ കുറിച്ച് തന്നെ നമുക്കൊരു നല്ല സത്യം പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ ഇതൊരു മോഡലാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന്റെ വലിയ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് സത്യം പറഞ്ഞ ആശാൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. എന്റെ കാഴ്ചപ്പാടല്ല, ഒരിക്കലും അല്ല. കാര്യം ഗുരുനാഥന്മാര് പകർന്നു തന്ന പാരമ്പര്യ വഴികളായത്, അല്ലാണ് ഞാനായിട്ട് സൃഷ്ടിച്ചു അത് പറയും. അവരെയാ നമിക്കേണ്ടത്. തീർച്ചയായും. അച്ഛൻ, അപ്പൊ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യുന്ന കാര്യം കൂടെ നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു. കിടക്ക കുറ്റി നമ്മളെടുത്താല് ഇതിന്റെ തല ഏതാണ്, പിന്നശം ഏതാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടത് ഈ 2 ഭാഗത്തും നമ്മുടെ കൈകൊണ്ട് തിരിച്ചൊന്ന് മുട്ടുക. ഇങ്ങനെ മുട്ടുമ്പോൾ ശ്രുതി കുറഞ്ഞത് താഴെ, മൂക്ക് ശബ്ദമുള്ളത് മുകളിൽ, കൊട്ടുന്ന ഭാഗം മൂക്കുള്ളതാണ്. ഇത് മൂക്കുള്ളതാണ്, വ്യത്യാസമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ വട്ടമെടുക്കുന്നു. ഇതിനൊരു ഭാഗം കലർത്തിയിട്ടിരിക്കും. അതിനിടയിൽ ഇതിനെന്തെങ്കിലും പ്രത്യേകത? ഈ ഒരു കൊടുപ്പ് നമ്മുടെ ശാസ്ത്രത്തിൽ വരുന്നതല്ല എങ്കിൽ പോലും ഇപ്പം എന്ന് വെച്ചാൽ ഇത് കൊട്ടുന്ന ഭാഗത്തെ വട്ടം ഇതാണ് തലപ്പൊടുപ്പ് കാണിക്കാറുണ്ട്. അതിപ്പോൾ ഒരു ഇടക്കാലത്തൊക്കെ ഇപ്പം എല്ലാവരും ആശാനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നതിന് ശേഷം കാക്കിയൂർ അപ്പുക്കുട്ടാശാനാണ് ഈ പൊടുപ്പിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനി. അദ്ദേഹത്തിന് ഒരു പൊടുപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പൊടുപ്പാണിത്.
ഇത് ഈ പൊടുപ്പ് പീലിക്കണ്ണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എനിക്കൊരു ഒരു 15 വർഷത്തിന് മേലെങ്കിലായിട്ടൊന്നും എനിക്ക് അദ്ദേഹം തന്നിട്ടൊന്നും അന്ന് ഇന്ന് ഒരുപോലെ ഇരിക്കുക. 25 വർഷത്തേക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ യഥാർത്ഥ ഇടയ്ക്കയില് ഈ പൊടുപ്പുണ്ടാകുമ്പോൾ കെട്ടേണ്ട ഒരു കെട്ടാണ് കെടാകെട്ട് എന്ന് പറഞ്ഞൊരു കെട്ടാണ്. ഈ കെട്ട് ഒരിക്കലും അഴിക്കാൻ പറ്റില്ല. ഇനി ഇത് ഒരിക്കലും പോവില്ല. ഇത് കെട്ടി അതിലാണ് പൊടുപ്പുണ്ടാക്കുക. ഇനിയല്ല ഇത് മുറിച്ചു കളയാം. അതിന് കെടാകെട്ടെന്ന് തന്നെ പേരിട്ടത്. അതൊക്കെ അറിയാവുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും സീനിയർ ഇടയ്ക്കയുടെ ഇന്ന് കേരളത്തില് ജീവിച്ചിരിക്കുന്ന 1ാം സ്ഥാനം ബാക്കി അപ്പുക്കുട്ടന്മാരാണ്. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. 84 വയസ്സായി അദ്ദേഹത്തിന്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നാണ്. അദ്ദേഹത്തിന്റെ അനാരോഗ്യമൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ടെങ്കിൽ പോലും. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്ന കാര്യം ഇത് അങ്ങനെ കിട്ടില്ല. കാര്യം ഇന്ന് അറിയാവുന്നവരുമില്ല. പട്ടരാത്ത ശങ്കരമാരാന്ന് പറഞ്ഞ ഈ ഇടയ്ക്കയിലെ ഏറ്റവും ജീവനുള്ളൊരു ഗുരുനാഥനുണ്ട്, പല്ലാവൂർ അപ്പുമാരാന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അച്ഛൻ. അദ്ദേഹം ആണ് ഇത് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞുള്ള അറിവാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് കാറ്റൂരാശാൻ ഇത് മനസ്സിലാക്കിയത്. ഇന്നിപ്പോ പലരും കെട്ടുന്നുണ്ടെങ്കിലും അതൊക്കെ ഏത് വഴിക്കുള്ളതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇത് യഥാർത്ഥ കെടാകെട്ടാണ്. അതുപോലെ തന്നെ പീലിക്കണ്ണിന്റെ പൊടുപ്പ് ഇത് പ്രത്യേകിച്ചാല് ഒരിക്കലും ഇത് തള്ളി പോകില്ല. ഇന്ന് ഒരു പൊടുപ്പ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ പിഞ്ചി പോകുന്നതാണ്. ഇത് കെട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറ്റി വെച്ച് കഴിഞ്ഞാൽ കോർത്തെടുക്കുക. ഈ ഭാഗത്തൂടെ ചരട് മുറുക്കി അത് നന്നായിട്ട് മുറുക്കണോ? അതെ. ഈ ചരടിന് പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ ഇത് കറക്റ്റ് കോർക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് കെട്ടും. പവിത്രക്കെട്ടെന്ന് പറയും. ഈ പവിത്രമാണെന്നുള്ള ഈ ചരട് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇങ്ങനെ വളച്ചെടുക്കും. ഈ ചരട് വളച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. അപ്പൊ എത്ര ചരട് കോർത്താലും നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസാക്കാൻ പാകമാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മുറുക്കി കഴിഞ്ഞാൽ മുറിക്കണം. അയത്ത് തിരിച്ച് ലൂസാക്കണമെന്നെങ്കിൽ ലൂസാക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിടന്നോളൂ, മുറുക്കി കിടന്നോളൂ, അയഞ്ഞു പോയില്ല. അങ്ങനത്തെ ഒരു കെട്ടാണ് ആ കെട്ട്. എന്നിട്ട് നമ്മൾ കുറ്റി നടുക്ക് വരത്തക്ക വണ്ണം കോർക്കുക. കറക്റ്റ് ചരടിന്റെ വലിവ് എല്ലായിടത്തും ഒരുപോലായി. നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ചുറ്റുന്നു. ഒരു ചെറിയ അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ കറക്റ്റാക്കി ഇങ്ങനെ വലിക്കും. വലിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരു കെട്ട് വരും. വലത്തോട്ട് ചുറ്റുക. എത്ര ചുറ്റുമാണ് നമുക്ക്? അത് 5 ചുറ്റുള്ളവരുണ്ട്, 7 ചുറ്റുകളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ 5 ചുറ്റുകളാണ് സാധാരണ എടുക്കുന്നത്. എല്ലാ സങ്കല്പങ്ങൾ കണക്കായിരിക്കണം. 5, 7 ഇല്ലാത്ത നമുക്ക് ശാസ്ത്രമുണ്ട് ഓരോ കണക്കിനുമേ. ശാസ്ത്രം ആസനം എത്ര ചുറ്റ് ഉപയോഗിക്കുന്നത്? എന്തോ ഇപ്പം എത്ര ചുറ്റ് ആസനം ഉപയോഗിക്കുന്നത്? ഇപ്പം 1, 2, 3, 4, 5 കറക്റ്റ് 5 കെട്ടി. ഇതാണ് തോൾക്കച്ച. തോളത്തിട്ട് സെറ്റ് ചെയ്യുന്നല്ലേ? അതെ, തോളത്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ
കുറ്റിയുടെ പുറത്തോട്ടുള്ള ഇതുണ്ടോ, ഇതിലാണ് ആ കച്ച ഓരോന്നും കോർക്കുന്നത്. അതെ, കോർത്തെടുക്കുക. ഇവിടെ തന്നെ ഒരു കെട്ട്. ഇത് തോളി വെച്ച് നോക്കണം. ഇതിൻ്റെ ഇറക്കം നമ്മൾ പാകത്തിന് കറക്റ്റാക്കി എടുക്കുക. കച്ചയ്ക്ക് നീളമുള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് പാകം അറിയാം എത്ര എന്നുള്ളത്. നമ്മൾ ഇത്രയും മുറുക്കി ഇങ്ങനെ കെട്ടുന്നതുകൊണ്ട് ഇതിന്റെ പ്രഷർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, തോലിന് ഒരുപാട് മുറുക്കുന്നില്ല. തോല് ഭയങ്കര മൃദുവല്ലേ? അതെ 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 അതെ. ഇതിപ്പോൾ നമ്മൾ പഞ്ചവാദത്തിനിടയ്ക്കാണ്, കുട്ടിപ്പാട് ഇടയ്ക്ക വേറെയാണ്. അത് വെച്ചാൽ പഞ്ചവാദത്തിന് ഘനമുള്ള വട്ടമായി, കുറ്റിക്ക് ഇച്ചിരി ചൂടായി. അതുപോലെ പൊട്ടുപ്പാട് സൈക്ക് വരുമ്പോഴത്തേക്ക് ഘനം പുറകു വട്ടത്തിന് ഘനം കുറയും, പൊട്ടുവട്ടത്തിന് ഘനം കൂടും. ഇത് 64 പൊടിപ്പുകൾ പറഞ്ഞ പോലെ പൊടിപ്പുൾ ലാസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഭാഗമുണ്ട്, അത് കണക്കാക്കിയിട്ട് നമ്മൾ രണ്ടെണ്ണം മുമ്പിൽ, രണ്ടെണ്ണം പുറകിൽ കണക്ക് കറക്റ്റ് ഇടയ്ക്ക്. ഇത് ഇപ്പം ഇത് പഞ്ചവശ്രുതിയാണ് ഇത് കിടക്കുന്നത്. ഇത് കൈ കൊണ്ട് മേലോട്ട് പോകുമ്പോൾ ഇടയ്ക്കയുടെ ശ്രുതി താഴും. ഇത് താഴും തോറും ശ്രുതി വ്യത്യാസം വരും. ശ്രുതി വേണമെങ്കിൽ നമുക്കങ്ങനെ ഒരു പരിധിക്കപ്പുറം പോയില്ല. കാര്യം ചെറിയ ഇതാണ് ഇടയ്ക്ക് ചെയ്യുന്നത്. അച്ഛനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇടയ്ക്കടി സാധക രീതി നമ്മുടെ പ്രേക്ഷകരെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്താം. പിന്നെ തീർച്ചയായിട്ടും. ഇടയ്ക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇടയ്ക്കയുടെ തുടക്കം നമ്മൾ ഈ ഒരു വാദത്തിന് പ്രത്യേകിച്ചാൽ എല്ലാവരും എനിക്ക് ആദ്യം ഇടയ്ക്കയിലായിരിക്കും തുടങ്ങുന്നതെന്ന് വയ്ക്കും. അല്ല, ഇത് കൈയെത്ത എന്നും പറയും. ഞങ്ങളുടെ ഇവിടെ കൈമെത്ത എന്നാ പറയാ. അത് ഉണ്ടോ, ഒരു തടിക്കഷ്ണം. ഈ തടിക്കഷ്ണത്തിന്റെ പുറകിൽ ചകിരി അല്ലെങ്കിൽ സ്പോഞ്ച് പോലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് തൊകല് കൊണ്ട് തന്നെ ചുറ്റും എന്നിട്ടൊരു കയറ് ഈ ഭാഗത്ത് വയ്ക്കും. അപ്പൊ കൈക്കകത്തിരിക്കുന്നൊരു മെത്തയാണ് കൈയെത്ത അല്ലെ കൈമെത്ത പറയുന്നത്. ഈ തടി നമുക്ക് പിടിച്ച് കൈക്ക് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു മൃദുവായിട്ടുള്ള എന്തെങ്കിലും വെച്ച് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുക. താഴത്തെ ഭാഗം ഈ വിരലിപ്പുറത്തേക്ക് വരാൻ പാടില്ല. ഇതിങ്ങനെ പിടിച്ച് നമ്മൾ തക്കിട്ട സാധനം ചെയ്യാണ്. ആദ്യം തക്കിട്ടയാണ് പൊട്ടിക്കാണ്. ഇത് അർജുനാണ്, കലാവണ്ട് അർജുനന്റെ അഷ്ടപതി ശിഷ്യൻ കൂടിയാണ്. വടവാതൂരാണ്, കോട്ടയം വടവാതൂരാണ്. തക്കിട്ട
ഗണപതിക്കയുണ്ട്. ഗണപതിക്കയുണ്ട്. ഇടയ്ക്ക് എല്ലാ വാദ്യങ്ങൾക്കും ഗണപതിക്കയുണ്ട്. ഗണപതിക്കം എന്ന് പറയുന്നത് ഗണപതിക്കയാണ്. ഈ ഇടയ്ക്കയിൽ കുട്ടിപ്പാടിസ്തിക തുടങ്ങുകയാണെങ്കിലും സന്ധ്യാമഞ്ചവാദ്യം ഇതൊക്കെ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ഒരു ഗണപതിക്കൈ. അത് ഇടയ്ക്കയിൽ കൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ത്രിസ്ഥായി, നമ്മുടെ നിലവിലുള്ള ഇടയ്ക്കയുടെ പഞ്ചമസ്ഥാനം, മേൽസ്ഥായി, കീഴ്സ്ഥായി, പിന്നെ 3 സ്വരങ്ങൾ വായിച്ചുകൊണ്ട് ഗണപതിക്കൈ തുടങ്ങാം. അപ്പം അതിന് തിമിലയ്ക്കായാലും മദ്ദളത്തിനായാലും കൊമ്പിനായാലും താരികൾക്കൊക്കെ വാദ്യങ്ങൾക്കൊക്കെ ഒരു വായ്ത്താരിയുണ്ട്. അതിൽ ഗണപതിക്കൈ ഇടയ്ക്കയിൽ കൊട്ടുന്നത് ഇതിലൊന്ന് കൊട്ടുകയാണ്. ഗണപതിക്കൈ ഇതാണ് ഗണപതിയുടെ ഇവിടുത്തെ ഇടയ്ക്കയുടെ ഗണപതിക്കൈ. കുറച്ച് ദേശവ്യത്യാസങ്ങൾക്കനുസരിച്ച് കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും വല്ലാവൂർ ഭാഗത്തൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലം, ഈ പനമണ്ണ ആ ഭാഗങ്ങളൊരു വ്യത്യാസമുണ്ട്. ശശിയേട്ടനൊക്കെ കൊട്ടുന്നതിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ മലബാർ ഭാഗങ്ങൾ, കൃഷ്ണമണിയേട്ടനൊക്കെ ഉണ്ട്. അതുപോലെ ഗുരുനാഥന്മാർ ഓരോ ദേശവ്യത്യാസം അനുസരിച്ച് ഇടയ്ക്ക് വ്യത്യാസം ഗണപതിക്കൈയിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ ഗണപതിക്കൈയായിട്ട് ഉപയോഗിക്കുന്നത് ഈ വായ്ത്ത. അപ്പം അതിൽ ആദ്യം സാധകരീതി പറഞ്ഞു. അതില് രണ്ടാമത് കൊട്ടുന്നത് തറ്റിക്കിട്ട പറഞ്ഞു തുടങ്ങി. അങ്ങനെ 4 കാലങ്ങൾ കൊട്ടി അങ്ങനെ ഒരു സാധകം രണ്ടാമത് ഉണ്ടാവില്ല. മൂന്നാമത് ഇടയ്ക്കയിലൊരു ചെറിയൊരു സാധക സമ്പ്രദായമുണ്ട്. അത് ത കേട്ട കേട്ട തീക്കു തറ്റി കേട്ട കേട്ട തീക്കു ത കേട്ട കേട്ട തീക്കു തറ്റി കേട്ട കേട്ട ഇതാണ് മൂന്നാമത്. ഇനി ഇത്രയും കൊട്ടിക്കഴിഞ്ഞാൽ ഈ കൈമത്തേലെ 4 കാലത്തെ സാധനം കഴിഞ്ഞാൽ തുടി എന്നൊരു വാദ്യം. തുടി അതായത് തിമിലവട്ടം, കട്ടിയുള്ളൊരു തോല് ഇടയ്ക്കാ കുറ്റിയിൽ കോർത്ത്, പൊടുപ്പൊന്നും ഉണ്ടാവില്ല, ശാസ്ത്രമൊന്നും വയ്ക്കണ്ട. സാധകത്തിന് വേണ്ടി കട്ടിയുള്ള തോലിൽ ഇടയ്ക്ക കുറ്റി കോർത്ത് കൊട്ടുക. അങ്ങനെ തുടി എന്നാണ് പറയുക. തുടി. ആ തുടി ഞാൻ ഇടയ്ക്ക തന്നെയാണ് ഞാൻ കൊണ്ടുവന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ കട്ടിയുണ്ടാവും. 2 വട്ടവും കട്ടിയായി, വട്ടവും കട്ടിയുള്ളതായി, കൊട്ടുവട്ടവും കട്ടിയുള്ളതായി. ഈ സാധനങ്ങളൊക്കെ തന്നെ തുടിയിൽ സാധനം ചെയ്ത് ചെയ്യും. എങ്കിൽ മാത്രമേ ഇടയ്ക്ക് കൊട്ടാൻ പ്രാപ്തമാകൂ.
തട്ടിക്കിട്ടത്ത്. അതിൽ തന്നെ മറ്റേ ആ ചൊല്ലുന്നു തക്കിടകിട തിരുവതികിട. ഫ്രണ്ട്സ്, അപ്പോൾ ആശാൻ നമുക്ക് വേണ്ടി 2 വരി സോപാനം ആരംഭിക്കുകയാണ്. ഈ സോപാന സംഗീതത്തിന്റെ യഥാർത്ഥ പേര് കുട്ടിപ്പാടി സേവ. കുട്ടിപ്പാടി സേവ. കുട്ടിക്കൊണ്ട് പാടി ദേവനെ സേവിക്കുക. അതാണ് ആ പൂജയിലെ സേവ എന്ന് പറയുന്നത്. അപ്പം അതിനാ കുട്ടിപ്പാടി സേവ സോപാനം എന്ന പടികൾ, ഞാൻ പറഞ്ഞില്ലേ, പടികൾക്കാണ് സോപാനം. ആ ദേവനിലേക്ക് എത്താനുള്ള മാർഗമാകുന്ന പടവുകൾക്ക് സമീപം കുട്ടിപ്പാടുന്ന സംഗീതമായതുകൊണ്ട് ആ സേവയെ സോപാന സംഗീതം എന്ന് കുട്ടിപ്പാടി സേവ. ദേവ തവ നാമാർച്ചനയാണാധാരമതായുലകിൽ ഏകായനമാനസമോദം ആരാധന ചെയ്യുക സദനം. ദേവ തവ ആശാനെ വളരെ സന്തോഷം. താങ്ക്സ് ഉണ്ട്. കാര്യം നമ്മളൊരു ചെറിയ പരിപാടിക്ക് വേണ്ടി ആശാൻ ചെറിയ സമയം നമുക്ക് ചെലവഴിച്ചു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് ഇടയ്ക്കെ പറ്റി കുറേ അറിവുകൾ ആശാനും നമുക്ക് കിട്ടി. അല്ല, ഇത് ഈ വായ്മൊഴി വഴക്കമാണ്. അത് കാര്യം ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഗവേഷണ പ്രബന്ധമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറയുന്ന എത്രയോ ആചാര്യന്മാർ, ഞാൻ ഞെള്ളത്തെ അദ്ദേഹം ആലിപ്പറമ്പ് ശിവനാപുതുവാൾ ആശാൻ, എൻ്റെ അച്ഛൻ അമ്പലപ്പുഴ പ്രദേശത്തെ അച്ഛൻ, അതുപോലെ നെടുമുടി നാരായണപ്പണിക്കരാശൻ, ഗുരുനാഥന്മാർ ശ്രേഷ്ഠന്മാരായ മുടി കുട്ടപ്രാശാൻ, ഒരുപാട് ആൾക്കാർ. അപ്പം അവരിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവുകളാണ് അവിടെ പങ്കുവച്ചത്. എന്തായാലും സന്തോഷം. ഇങ്ങനൊരു നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയറും ഇന്നത്തെ നല്ലൊരു ദിവസം സമ്മാനിച്ചത് ഞങ്ങൾക്കും സന്തോഷം. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.